നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തുവാണ്. അപ്പം കുറച്ചൊരു 250 ഗ്രാം ചിക്കൻ വേവിച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് പൊടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതിനോട് കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇച്ചിരി കരിയാപ്പിലയും പച്ചമുളക് എടുത്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ കുരുമുളക് ചേർത്ത ചിക്കനാണിത്, അതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ടില്ല. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് പൊടിച്ചതും ഉണ്ട്. അടുപ്പത്ത് പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കാണിച്ചതുപോലെ ഉള്ളിയും ചെറിയതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. അതിനുശേഷം പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം. സവാളയും ചിക്കനും അതിനോടൊപ്പം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ച് എടുക്കാം. കട്ട്ലേറ്റിന് വേണ്ട മസാലകൾ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങിന് നല്ല ചൂടുണ്ട്, അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചായ ഇടാം. ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് ഈ ഷേപ്പിലാക്കിയിട്ട് മുട്ടയിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് മുക്കി എണ്ണയിലേക്ക് ഇടാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം ചായയും കൂടെ കഴിച്ചു നോക്കാം.